don't be the size. Ay. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗ് അങ്ങനെയൊക്കെ പറയാം, അതെല്ലാം ആണ്. അപ്പം ഇന്ന് ഞാനും സച്ചു, ഉമ്മയും പിന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടിയിട്ട് മലപ്പുറം വരെ പോകാൻ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വരെ പോവാം. അപ്പം നമ്മൾ മോർണിംഗ് തന്നെ നേരത്തെ ഉണ്ടെച്ചിട്ട് ഇതൊരു 7 മണി ആ ടൈം ആയിക്കുണ്ടാവും. നമ്മൾ വേഗം ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വടകര വരെ ബസ്സിൽ പോയി. എന്നിട്ട് അവിടെ നമുക്ക് ട്രെയിൻ ഉണ്ട്. ഭയങ്കര സ്ലോലി എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട് അങ്ങനെയൊക്കെ പോകും. നമുക്ക് ഫസ്റ്റ് കാലിക്കറ്റ് വരെ സീറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചങ്ങോട്ടത്തെ നമുക്ക് സീറ്റൊക്കെ കിട്ടി, റെഡിയായി. അപ്പം എൻ്റെ ഫ്രണ്ട് കയറിയിട്ടുള്ള എന്താ വെച്ചാൽ ഒക്കെ അടുത്തുള്ള ഒരു സ്റ്റേഷനാണ്. നമ്മൾ വടകര നിന്നാ കയറിയെങ്കിൽ ഓൾ കൊയിലാണ്ടിന്നാ കയറി. ബിക്കോസ് ഒക്കെ അവിടെ നിന്നാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ലോങ് നമ്മൾ മാത്രമായിട്ട് പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ലോങ്ങെല്ലാം പോകുന്നുണ്ടെങ്കിൽ ആപ്പച്ചീൻ്റെ ഒപ്പരാ പോക്ക്. ആപ്പച്ചി വന്നാലാ നോർമലി നമ്മൾ ഇങ്ങനെയല്ല പോക്ക്, അല്ലാണ്ട് ഇങ്ങനെ ഒന്നും പോക്കില്ല. ആദ്യത്തെ പോയോണ്ട് തന്നെ ആപ്പച്ചിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പം അപ്പച്ചി ഇടക്കിടക്ക് വിളിക്കും, ഇവിടെ എത്തിയിട്ട് ഇങ്ങനെയാണേ ആക്കണ്ട, ഇവിടെ എത്തിയിട്ട് ഇങ്ങനെയാണ്. അതെല്ലാം പോരാൻ നമ്മൾ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം കയറുന്നതാണ് ട്രെയിനിൽ. അപ്പം അതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്കെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ്. മീൻസ് എന്താ പറയുക, എന്തെല്ലോ ഒരു കളിക്കണം. അപ്പം ഓരോ സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ ട്രെയിനിൽ ഇങ്ങനെ ചായ കോഫി ഇതെല്ലാം കൊണ്ടിങ്ങനെ പോകില്ല. അപ്പം നമ്മളെല്ലാം ഒരു ചായ, 2 ചായ ഇങ്ങനെ വന്നിട്ട് ചായ വരുന്നവരോട് നല്ല സാധനമെല്ലാം മേടിച്ച് നമ്മളെന്തോ ഫുഡ് കഴിക്കാനാച്ചാൽ പോയ പോലെ നല്ലപോലെ അതിനും പോകുന്ന. പിന്നെ ഇതൊന്നും കാര്യമാക്കേണ്ട കൈസ്, സച്ചു എടുത്ത് വെച്ച ക്ലിപ്പിനാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലാണ്ട് എൻ്റെ അടുത്ത് വലിയ ക്ലിപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓളെ കോപ്രായം കുറേ കാണണ്ടേ. സോ അതെല്ലാം ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മളവിടെ എത്തിക്കാനും കോഫിയും ചായയും പിന്നെ പരിപ്പുവട, ഉള്ളിവട, പിന്നെ എന്തെങ്കിലും പഴംപൊരി. മോർണിംഗ് നമ്മൾ നേരത്തെ വന്ന്, ഞാൻ പറഞ്ഞില്ല നമുക്കിതൊക്കെ നേരത്തെയാണ്. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കുന്ന ടീംസ്. അത്രയും നേരത്തെ എണീച്ച് പോകാമെന്നെല്ലാം പറയുമ്പം അത് കുറച്ച് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് കാൽ ചായ, നിങ്ങൾ കാൽ ചായ പറയൂലേ, ജസ്റ്റ് ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പം അതുകൊണ്ടാണെന്നറിയില്ല, അല്ലെങ്കിൽ ഇതിൽ കയറി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നറിയില്ല, ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ നല്ല പൂതിയാണ്. അങ്ങനെ വടയും ചായയും പിന്നെ പഴംപൊരിയും കോഫിയും പിന്നെ പരിപ്പടയും ഉള്ളിവടയും അങ്ങനത്തെ കുറേ വടകളും പിന്നെ കുറച്ച് ലേസൊക്കെ ഇല്ല, അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് കഴിച്ചു. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല ലാഗാണ് ഇത് ട്രെയിൻ. അപ്പം ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1.25 മണിക്കൂർ കൊണ്ട് അങ്ങെത്തും എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറായിട്ട് അവിടെ എത്തിക്കില്ല. അതാണ് കോമഡി. അവിടെ ആണെങ്കിൽ ഒരു അക്കാഡമിയിലാണ് ഷൂട്ട്. അപ്പം അവിടെ സ്റ്റുഡൻസൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. അപ്പം അവരിങ്ങനെ വിളിക്കുന്നുണ്ട്, അവിടെ എത്തി ചോദിച്ചിട്ട്. കാരണം അവർക്കൊരു ടൈം ഷെഡ്യൂളല്ല ഈ ടൈമിൽ അവിടെ. ഇപ്പോൾ നോർമലി നമ്മൾ ക്ലാസ്സിലും ഉണ്ടെങ്കിൽ 9:30 to 1:30 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈമല്ലേ. ഞാൻ അയച്ചത് ഇതാക്കുമ്പോൾ ഒരു മോശമല്ലേ. പിന്നെ അവരോട് പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെന്തോ ഇത് കിട്ടിയപ്പോൾ ഇതിൽ കയറിയിട്ട് ഇങ്ങ് പോകുന്നതാണ്. അപ്പം ഞാൻ ആ ചതിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കോമഡി ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിങ്ങനെ ആലോചിക്കുന്നത്, അപ്പം ഞാൻ മറ്റേൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേനോ. അവിടെ എത്തിച്ച് അങ്ങോട്ടേക്കെല്ലാം പോകണ്ടെന്ന് ഓരോ മുന്നേ എന്നോട് ഇൻഫോം ചെയ്തിട്ട്. മീൻസ് അവിടെ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് റോഡിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് ബസ് കിട്ടും. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഓരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിച്ച് നോക്കിയിട്ട് എല്ലാം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവിടെ എത്തി ഇനി എത്ര മിനിറ്റ് കൊണ്ട് എത്തും. മീൻസ് എന്താ പറയുക, നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഓരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കിയിട്ട് നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇതിന് മാർച്ചിൻ്റെ ഗൾഫ്
നല്ലൊരു സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒപ്പരം ഇരിക്കാനൊക്കെ പറ്റി. അല്ലാണ്ട് എന്താ പറയുക, നമ്മൾ വിചാരിച്ച സീറ്റൊന്നും കിട്ടില്ല എന്നാ. ബട്ട് ഈ കാലിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ നല്ല സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാലിക്കറ്റൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് വീഡിയോ വല്ല ക്ലിപ്പ് അങ്ങനെ എടുക്കാനായിക്കില്ല. പിന്നെ നമ്മൾ നേരെ ഈ റൂമിലേക്ക് കയറിക്ക് പിന്നെ അവരെ മേക്കപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പിന്നെ വീഡിയോ എടുക്കാനായിക്കില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ച് നമുക്ക് പിന്നെ ഒരു ട്രെയിൻ ഉണ്ട് 4:30. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടാന്ന് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്തായാലും ഇവിടെ വന്നിക്കില്ല, നമുക്ക് ജസ്റ്റ് അടയുണ്ടെല്ലാം കയറി ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിലാകുമ്പോൾ ചില സ്റ്റാൻഡിലെല്ലാം കാണാം നമ്മൾ എന്താ പറയുക, ഈ ഒരു സാധനം ഇങ്ങനെ വിൽക്കുന്ന വില കുറച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വാദിക്കൂലേ, മീൻസ് അത്ര പൈസ പോലിപ്പോൾ എത്രയെങ്കിലും പൈസ പറഞ്ഞാൽ നമ്മൾ അതല്ല ഇതിൽ കുറച്ചെന്ന് പറയുമ്പോൾ അവരിങ്ങനെ തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ ഓല് പറയും പോടുമെന്ന്, അങ്ങനെ എനിക്കൊരിക്കലും കിട്ടാറില്ല. അങ്ങനെ മുമ്പ് ഇങ്ങനെ ഇത് ഇവിടെ നിന്നാ റേറ്റ് കുറവുണ്ടാവും എന്ന് വെച്ചിട്ട് ഓരോരോ ഇയറിങ്സ് ഇങ്ങനെ നോക്കാമെന്ന്. പക്ഷേങ്കിൽ നമ്മൾ വടകരക്കാട്ടും നല്ല റേറ്റാണ് ഇവിടെ. പിന്നെ ഇവിടെ നമ്മൾ കാലിക്കറ്റിൽ SM സ്ട്രീറ്റ് പോലെ ഇവിടെ ഒരു സ്ഥലവും ഞാൻ കണ്ടുപിടിച്ച് അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഇവിടെ വിട്ടേ. പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണാം അമ്മക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡില്ലേ നമ്മൾ ബെഡ്റൂമിലെല്ലാം വെച്ചിട്ട് എവിടെ വെച്ചിട്ടും ഇങ്ങനെ ഇതാക്കുന്ന ഫോണിൻ്റെത് എന്താ പറയാൻ നമുക്കറിയില്ല. അപ്പം അതിന് എത്രയാ അത് കണ്ടപ്പോൾ ഉമ്മ അവിടെ പോയിട്ട് ഓക്കെ എന്നാൽ ഇത് മേടിച്ചിട്ട് പോകാമെന്നുള്ളതിൽ അങ്ങനെ അവിടെ കയറി. ഇവിടെ ഈ മലപ്പുറം എനിക്ക് മനസ്സിലായ എന്താ വെച്ചിട്ടെങ്കിൽ മീൻസ് ആൾക്കാരൊന്നും മോഡേണായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അവിടെയുള്ള ബോയ്സ് എല്ലാം മീൻസ് നോർമൽ ടൈപ്പ് നമ്മൾ പണ്ടെങ്ങാനിട്ട ഫിറ്റ് ജീൻസൊക്കെ ഇല്ല അതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. മീൻസ് ചെറിയ തന്നെ ഞാൻ മാറിപ്പോയി. ചെറിയ ബോയ്സൊക്കെ ഇല്ലേ, മീൻസ് എന്താ പറയുക ഒരു യങ്ങേജ് 18 ആ ഒരു ടൈപ്പിലുള്ള 20 ആ ഏജുള്ള ആൾക്കാരിലൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്, എല്ലാം ടൈറ്റ് ഏജുള്ള. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അന്നേരം അമ്മാൻ്റെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു എന്നാണ് അങ്ങനെ സെച്ചൊക്കെ കെട്ടി. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് പണി നടക്കുന്നത്, എന്തെല്ലോ ഒരു പണിയെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയാലും അറിയുന്നത് നമ്മൾ ട്രെയിൻ വന്നിട്ടില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ എത്തി നമ്മളെന്താക്കി വേഗം നമുക്ക് ട്രെയിനിലേക്ക് കയറാമെന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ട്രെയിൻ മീൻസ് ലോക്കൽ എന്നൊക്കെ പറയൂലേ, മീൻസ് എല്ലാവരുടെയും ഇങ്ങനെ നിർത്തിയിട്ട് വന്ന് നല്ല നിർത്തിയിട്ട് വന്ന് നമ്മൾ മോർണിംഗ് വന്ന ട്രെയിൻ ഇത്ര നിർത്തിക്കില്ല. ഇതെല്ലാവരുടെയും നിന്ന് ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര ലേറ്റാണ് പോകുന്നത്. നമ്മൾ 4:30 കയറിയിട്ട് നമ്മളങ്ങ് ഞാൻ എത്തിയത് 7:30 വടകര എത്തിയത്. അങ്ങനെ വടകര എത്തി നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ എന്താ പറയുക എന്തോ ഭയങ്കര വിശപ്പ്. അങ്ങനെ വെറുതെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഉമ്മ തോന്നുന്നു മേടിച്ച് വെച്ചൊരു പ്ലംസ് ഉണ്ട്. അങ്ങനെ പ്ലംസ് ഞാനും കഴിച്ച് ഇതിൻ്റെ അകത്തുള്ള കുറച്ചെടുത്തിട്ട് ഉമ്മാക്കും കൊടുത്തു. ഉമ്മയും സച്ചും അപ്പുറത്തെ സൈഡിലിരിക്കുന്നത്, ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം മറ്റേ ഈ ഡ്രൈവർ ഇപ്പുറത്തുള്ള ആ സീറ്റിലിരിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഇടങ്ങാറ് പിടിച്ച പണിയാണ്, ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പറാകുമ്പോൾ നമുക്ക് മൂന്നാൾക്ക് എന്തായാലും ഇരിക്കാനാവില്ലല്ലോ. അപ്പോൾ വേറെ ഇരുന്ന് ഞാൻ വേറെ ഇരുന്ന്. അപ്പോൾ ഗായ്സ് എന്താ പറയുക നല്ല ടയേർഡാണ്. ബിക്കോസ് രാവിലെ ഇറങ്ങിയതാണ്. എന്നെ കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു ദൈറ്റുള്ള, പിന്നെ എന്താ പറയുക ടയേർഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വടകര എത്തി. ഇനിയിപ്പോൾ കയറുന്ന സമയം വരെ ഒരു മയമൊന്നുമില്ല, ജസ്റ്റ് നോർമൽ പോലെ തന്നെ. പക്ഷേങ്കിൽ കയറി കുറച്ചങ്ങെത്തുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നു ഭയങ്കര മയ്യനും. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് നല്ലോണം ഫ്രഷ് ചെയ്ത് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ഇന്ന് ഉറങ്ങിയാൽ എന്താ പറയുക ഇങ്ങനെ പറയില്ലേ, ഇന്ന് കിടന്നിട്ട് ഓർമ്മ ഉണ്ടാവില്ല, അതേപോലേക്കും ഒരു ഓർമ്മ ഉണ്ടാവില്ല. ദെൻ ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.